എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് മണർകാട് പള്ളിയുടെ ചരിത്രപ്രസിദ്ധമായ കൽക്കുരിശിനെ പറ്റിയാണ്. അതിൻ്റെ ചരിത്രം പറയുന്ന കുറച്ച് ഐതിഹ്യങ്ങളും കാര്യങ്ങളുമാണ്. പള്ളീനെ പറ്റിയും പള്ളിയുടെ കുറച്ച് ചരിത്രവും ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ആ വീഡിയോ കയറി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മണർകാട് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായുള്ള കൽക്കുരിശിന് പള്ളിയോളം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. മുകളിൽ കാണുന്ന അത്രയും നീളം താഴേക്കുമിടുന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കുരിശുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. അവയിലൊന്ന് ഈ കുരിശിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്. ഇത്ര വലിയ കൽക്കുരിശ് ഉയർത്തുന്നതിന് ആനയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നതിനാൽ 6 കിലോമീറ്റർ അകലെ പുതുപ്പള്ളിയിലുണ്ടായിരുന്ന ആനയെ കൊണ്ടുവരാൻ പള്ളി അധികാരികൾ താൽപ്പര്യപ്പെട്ടെങ്കിലും ഉടമ ആനയെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നിരാശരായി മടങ്ങിയെത്തിയ പള്ളിയുടെ ചുമതലക്കാർ കുരിശ് സ്ഥാപിക്കാൻ വേണ്ടി നിർമ്മിച്ച കുഴിയിൽ കുരിശ് നിവർന്നു നിൽക്കുന്നതും തങ്ങൾ അന്വേഷിച്ചു പോയ ആന കുരിശിന് ചുവട്ടിൽ കൊമ്പ് കുത്തി നിൽക്കുന്നതും കണ്ട് ആശ്ചര്യപ്പെട്ടുവെന്നും ചങ്ങല പൊട്ടിച്ച് ഓടിയെത്തിയ ആനയെ ഉടമയെത്തി തിരികെ കൊണ്ടുപോയി എന്നുമുള്ളതാണ് ഒരു ഐതിഹ്യം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധ അരപ്പട്ട സൂക്ഷിച്ചിരിക്കുന്ന ഈ മാർത്തമറിയം ദേവാലയത്തിൽ 8 നോയമ്പ് പെരുന്നാളാണ് ഏറ്റവും വിശേഷമായി കൊണ്ടാടുന്ന പെരുന്നാൾ. ഈ പെരുന്നാളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ വരികയും ഈ കൽക്കുരിശിൽ എണ്ണ ഒഴിക്കുകയും എണ്ണ നേർന്ന് വീട്ടിൽ കൊണ്ടുപോവുകയും വിശ്വാസപൂർവ്വം ചെയ്തു വരുന്നു. ഈ കൽക്കുരിശിൽ നിന്നെടുക്കുന്ന എണ്ണ അത് രോഗശാന്തിക്കായിട്ടും അത് ആ വിശ്വാസപ്രകാരം ഓരോ വിശ്വാസികളും അനുഷ്ഠിച്ചു പോരുന്നു. സെപ്റ്റംബർ 8 8 നോയമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് 8 ദിവസത്തെ ഉപവാസവും രോഗശാന്തി ശുശ്രൂഷയും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ, ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷണം, ആഗ്രഹങ്ങൾ നിറവേറ്റൽ എന്നിവയ്ക്കായി കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കാൻ നിസ്സഹായരും നിർഭാഗ്യവരുമായ ഒരുപാട് ആൾക്കാർ പള്ളിയിൽ തടിച്ചുകൂടാറുണ്ട്. ഇത് അവരുടെ വിശ്വാസമാണ്. വിശ്വാസത്തോടെ ഒത്തിരി അനേകായിരങ്ങൾ മാതാവിനെ കാണാൻ ഈ സമയത്ത് 8 നോയമ്പിനോടനുബന്ധിച്ച് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഏകദേശം ഓഗസ്റ്റ് 30 മുതൽ ആൾക്കാർ വന്ന് ഇവിടെ താമസിച്ച് മാതാവിൻ്റെ നടതുറക്കലും കണ്ട് റാസയും കണ്ട് കൂടി മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഇവിടുന്ന് പോകാറുള്ളത്. മണർകാട് അമ്മ, മണർകാട് പള്ളിയിലെ ദൈവമാതാവ് എന്നൊരു അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങളുടെ കലവറയും പ്രാർത്ഥനയോടെ എല്ലാവർക്കും വീഡിയോ സമർപ്പിക്കുന്നു. നന്ദി.